ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എഗ് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മളൊക്കെ പലതരത്തിലുള്ള എഗ് ബജിയും കഴിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് എഗ്ഗും ചമ്മന്തിയും കൂടിയിട്ടുള്ളൊരു എഗ് ബജിയാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനിവിടെ നമ്മൾ 10 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയിട്ടെടുക്കണം. കോഴിമുട്ടയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കൊരു ചട്നി റെഡിയാക്കി എടുക്കണം. അതിന് തേങ്ങയും പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് ഒരു ചട്നി റെഡിയാക്കാം. ഈ ഒരു രീതിയിലാണ് കോഴിമുട്ടയൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒന്ന് പൊട്ടിച്ച് വയ്ക്കുകയും വേണം. എന്നിട്ട് ഈ കോഴിമുട്ടയുടെ യെല്ലോ ഷെയ്ഡ് ചട്നി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. യെല്ലോ ഷെയ്ഡ് മാത്രമാണ് കവർ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് കവർ ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് കോഴിമുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് വേണം നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യേണ്ടത് കോഴിമുട്ടയുടെ തായ് ഭാഗമാണ്. അത് ഫ്രൈ ആയി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയത് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ്